കോഴിക്കോട്ടെ മിഠായി തെരുവ് ഉണരുകയാണ്. ഉണർവിനൊപ്പം ചൂടുള്ള സുലൈമാനിയും കോഴിക്കോട് ആകാശവാണിയുടെ പ്രഭാത പരിപാടികളും. ആകാശവാണി കോഴിക്കോട്. മിഠായി തെരുവ് ആരംഭിക്കുന്നിടത്ത് എല്ലാ ഋതുഭേദങ്ങൾക്കും സാക്ഷിയായി ദേശാടനം ചെയ്ത് കാഴ്ചകൾ സമ്മാനിച്ച SK പൊറ്റക്കാടുണ്ട്. ഒരു ദേശത്തിൻ്റെ കഥ പറഞ്ഞ കഥാകാരൻ്റെ കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളും മിഠായി തെരുവിലുണ്ട്. എത്ര പെട്ടെന്നാണ് മിഠായി തെരുവിൽ ആളും ബഹളവും നിറഞ്ഞത്. ഇനി രാത്രി ഏറെ വൈകുവോളം ഈ തിരക്കുണ്ടാകും. ഈ ആൾത്തിരക്കിൽ അലിഞ്ഞു ചേർന്ന് നിറപ്പകിട്ടുകൾ കണ്ട് വർണ്ണവൈവിധ്യമുള്ള ഹൽവകൾ കണ്ട് മിഠായി തെരുവിലൂടെ നടക്കാം. നല്ല കോഴിക്കോടൻ ഹൽവ പല നിറങ്ങളിൽ പല രുചികളിൽ മിഠായി തെരുവിലെ കടകളിൽ കിട്ടും. കടയിലേക്ക് കയറുന്നവർക്ക് ഒരിത്തിരി ഹലുവ രുചിച്ചു നോക്കാൻ നൽകും. ചൂടുള്ള ചിപ്സും കപ്പ വറുത്തതും കോഴിക്കോട്ട് അങ്ങാടിയിൽ സുലഭമാണ്. ചിപ്സ് ഉണ്ടാക്കാൻ വലിയ ചീനച്ചട്ടികൾ അടുപ്പിൽ വെച്ചാൽ പകലന്തിയോളം ചിപ്സും കപ്പ വറുത്തതും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ചരിത്രവും മിത്തുകളും വാമൊഴി കഥകളും കൂടിക്കലർന്നു കിടക്കുന്ന കോഴിക്കോട് നഗരത്തിലൂടെ തെരുവുകളിലൂടെ നടക്കാം. ഇന്ന് കാണുന്ന ഈ മിഠായി തെരുവും ആൾക്കൂട്ടവും ഒന്നും പണ്ടുണ്ടായിരുന്നില്ല. വിശാലമായ സ്ഥലം കണ്ടപ്പോൾ ബ്രിട്ടീഷ് കളക്ടറായിരുന്ന വില്യം ലോഗന് ഒരാഗ്രഹം. ഇവിടെ 7 ഏക്കർ സ്ഥലത്ത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടാക്കണമെന്ന്. 1885 ഫെബ്രുവരി 12 ലോഗൻ ഒരു അപേക്ഷ സർക്കാരിന് സമർപ്പിച്ചു. അന്നിവിടെ സ്ഥലത്തിന് സെന്റിന് 20 രൂപയായിരുന്നു വില. വില ഒരൽപ്പം കൂടുതലാണ് എന്ന കാരണത്താൽ സർക്കാർ ലോഗന്റെ അപേക്ഷ തള്ളി. ഇത് കൃത്യമായി രേഖപ്പെടുത്തിയ ചരിത്രം. SK പൊറ്റക്കാടിൻ്റെ ശില്പത്തിനരികിലെ ബദാം മരത്തണലിലെ ഇരിപ്പിടങ്ങളിൽ സ്വറ പറഞ്ഞിരിക്കുന്നവർ. മിഠായി തെരുവ് തുടങ്ങുന്നതിന് പിന്നിൽ മാനാഞ്ചിറ മൈതാനം കാണാം. മൈതാനത്തിൻ്റെ 4 ഭാഗത്തും ശില്പചാതുരിയോടെ നിർമ്മിച്ച കമാനങ്ങളുണ്ട്. കമാനം കടന്ന് അകത്തെത്തിയാൽ നഗരമധ്യത്തിൽ പച്ചപ്പിൻ്റെ പരപ്പ്. മൈതാനത്തിൻ്റെ നടുവിൽ മനോഹരമായ ശില്പം. ചാരുബെഞ്ചുകളിൽ ഏകാഗികളുണ്ട്. മാനാഞ്ചിറ മൈതാനത്ത് ഓരോ ദിവസവും ഓരോ കാഴ്ചകളായിരിക്കും. കോഴിക്കോട് സാമൂതിരി മാനവേദൻ രാജാവ് പണ്ടൊരു കുളം കുഴിച്ചു, തമ്പുരാട്ടിമാർക്ക് കുളിക്കാൻ. അതാണ് മാനാഞ്ചിറ. മാനാഞ്ചിറയ്ക്കടുത്തായിരുന്നു സാമൂതിരിയുടെ കൊട്ടാരം. അതിനു ചുറ്റും വിശാലമായ മൈതാനം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കനോലി സാഹിബ് തന്റെ മുസ്ലിം പട്ടാളക്കാർക്ക് പള്ളി പണിയാൻ മൈതാനത്ത് സ്ഥലം നൽകി. മുനിസിപ്പൽ ആശുപത്രിക്ക് സ്ഥലം നൽകി. അങ്ങനെ മൈതാനത്തിന്റെ വിസ്തൃതി കുറഞ്ഞു വന്നു. 1845 കാലത്ത് മാനാഞ്ചിറ മൈതാനം ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ പരേഡ് ഗ്രൗണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ മുഖസൗന്ദര്യമായ മാനാഞ്ചിറ മൈതാനത്തിൻ്റെ മുഖം മിനുക്കിയിട്ട് 30 വർഷം പിന്നിട്ടു. കാലം ഒന്നും സൂക്ഷിച്ചു വയ്ക്കാതെ സാമൂതിരി രാജവംശത്തിൻ്റെ അടയാളങ്ങളെല്ലാം മാനാഞ്ചിറയിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. മാനാഞ്ചിറ മൈതാനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അൻസാരി പാർക്കിൽ പടർന്ന് പന്തലിച്ച മഴമരത്തിന് താഴെ VK കൃഷ്ണമേനോന്റെ പൂർണ്ണകായ പ്രതിമ. കൃഷ്ണമേനോന്റെ പ്രതിമയ്ക്കരികിൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമര ഘടികാര സ്തംഭം. കോഴിക്കോട് നഗരത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനേകം കഥാപാത്രങ്ങൾ. മാനാഞ്ചിറ മൈതാനത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തൊട്ടടുത്ത് KT മുഹമ്മദിന്റെ വലിയൊരു ശില്പം കാണാം. മഞ്ചേരിയിലായിരുന്നു KT മുഹമ്മദിന്റെ ജനനം. KTയുടെ ബാപ്പ കുഞ്ഞറമ്മുവിന് മലബാർ സ്പെഷ്യൽ പോലീസിൽ ബ്യൂഗിൾ വായിക്കുന്ന ജോലിയായിരുന്നു.
അങ്ങനെയാണ് KT കോഴിക്കോട്ടെത്തുന്നത്. 1950 21ാമത്തെ വയസ്സിൽ അവതരിപ്പിച്ച ഊരും പേരുമാണ് KT മുഹമ്മദിൻ്റെ ആദ്യ നാടകം. മാനാംചിറയെ വലം വെച്ചെത്തുമ്പോൾ മുന്നിൽ ടൗൺ ഹാൾ. കോഴിക്കോടിൻ്റെ പൈതൃക കെട്ടിടങ്ങളിൽ ഒന്നാണിത്. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയയുടെ ഭരണത്തിൻ്റെ ജൂബിലി വർഷം മലബാറിലും ഗംഭീരമായി ആഘോഷിച്ചു. ജൂബിലി ആഘോഷത്തിനു വേണ്ടി പിരിച്ച തുകയിൽ 1750 രൂപ ബാക്കിയുണ്ടായിരുന്നു. ആ തുക ഉപയോഗിച്ചാണ് വിക്ടോറിയ ഹാൾ എന്ന ടൗൺ ഹാൾ പണിതത്. ടൗൺ ഹാളിനകത്തേക്ക് കടന്നാൽ ആരെയും വിസ്മയപ്പെടുത്തും വിധം 150-ലധികം ഫോട്ടോകൾ ചുവരിനെ അലങ്കരിച്ചത് കാണാം. കോഴിക്കോടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പൂർവ്വസൂരികളുടെ ഫോട്ടോകൾ. ടൗൺ ഹാൾ എന്നും സജീവമാണ്, കലാപരിപാടികളാൽ സജീവം. ടൗൺ ഹാളിന് അരികിലാണ് കോഴിക്കോട്ടെ ആദ്യകാല തിയേറ്ററുകളിലൊന്നായ ക്രൗൺ തിയേറ്റർ. ക്രൗൺ തിയേറ്ററിലെ പഴയ പ്രൊജക്ടർ തിയേറ്ററിൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പണ്ട് സിനിമയെന്നല്ല പറഞ്ഞിരുന്നത്, ബയോസ്കോപ്പ് എന്നായിരുന്നു. ടൗൺ ഹാളിൻ്റെ പിൻഭാഗത്തായി കോഴിക്കോട്ടെ മികച്ച ഒരു ആർട്ട് ഗ്യാലറി ഉണ്ട്. ഈ സ്ഥലം പണ്ട് പാട്ടില്ലത്ത് പറമ്പ് എന്ന ചെളിക്കുണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ ചിത്രകലാ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മുടെ ചുമർ ചിത്രകലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാരമ്പര്യമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും തുടക്കത്തിൽ വരുന്നത്. അതിൽ തളി ക്ഷേത്രത്തിലെ വളരെ ഗാംഭീര്യമുള്ള ഒരുപാട് ചുമർ ചിത്രങ്ങളുടെ ഒരു ശേഖരം നമ്മുടെ തളിയിൽ ശിവക്ഷേത്രത്തിലുണ്ട്. അത് ആര് വരച്ചു എന്നോ എപ്പോൾ വരച്ചു എന്നോ ആ കാലഘട്ടം പോലും കൃത്യമായിട്ട് അടയാളപ്പെടുത്താത്ത രീതിയിലുള്ള തനത് നമ്മുടെ കേരളീയ ചുമർചിത്ര പാരമ്പര്യത്തിൽ വന്ന ഒരു ചിത്ര പരമ്പരയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വളരെ കൃത്യമായിട്ട് അടയാളപ്പെട്ട ഒരുപാട് ചിത്രകാരന്മാർ നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ നഗരത്തിൽ ജീവിച്ച് പോന്നിട്ടുണ്ട്. അതിലേറ്റവും ആദ്യമായിട്ട് പേരെടുത്ത് പറയാൻ പറ്റുന്നൊരു ചിത്രകാരൻ എന്നുള്ള രീതിയിൽ ആൻ്റണി മാഷ്, നമ്മുടെ കോഴിക്കോടിൻ്റെ യൂണിവേഴ്സൽ ആർട്സ് എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനത്തിൻ്റെ, ഒരുപാട് ചരിത്ര പാരമ്പര്യമുള്ള സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് ആൻ്റണി മാഷ്. ആൻ്റണി മാഷ് മുതൽ ഒരുപാട് ശിഷ്യന്മാർ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ശിഷ്യന്മാരും, അതോടൊപ്പം തന്നെ നമ്മുടെ പോൾ കല്ലനോട്, സുനിൽ അശോകപുരം, കെ സുധീഷ്, അതുപോലുള്ള ഇപ്പോൾ സമകാലികരായിട്ടുള്ള ഒരുപാട് ചിത്രകാരന്മാർ ഇന്ന് കേരളത്തിൽ ചിത്രകലയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഇടമാണ് കോഴിക്കോട്. മാനാഞ്ചിറയുടെ വടക്കേ മൈതാനത്തിന് അരികിലായി വില്യം ലോഗനെ ഓർമ്മപ്പെടുത്തുന്ന പുസ്തകത്തിൻ്റെ ശില്പമുണ്ട്. ബ്രിട്ടീഷ് കളക്ടറായിരുന്ന ലോഗന് കേരള ചരിത്രത്തോടുണ്ടായ താല്പര്യമാണ് മലബാർ മാനുവൽ. മാനാഞ്ചിറയുടെ അരികിൽ കാണുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇവിടെയായിരുന്നു ബാങ്ക് ഓഫ് മദ്രാസ് പ്രവർത്തിച്ചിരുന്നത്. 1843 ബാങ്ക് ഓഫ് മദ്രാസ് ആരംഭിച്ചത്. 1864 കോഴിക്കോട്ട് ബാങ്ക് ഓഫ് മദ്രാസിൻ്റെ ശാഖ ആരംഭിച്ചു. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ചത്. അതോടെ ബാങ്ക് ഓഫ് മദ്രാസും ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് ബംഗാളും ലയിച്ചുണ്ടായ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കെട്ടിടവും മറ്റു വസ്തുവകകളും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടേതായി. മാനാഞ്ചിറയുടെ തെക്കുവശത്തായി തകർന്നുപോയ ഒരു വ്യവസായശാല കാണാം, കോൺ ട്രസ്റ്റ് നെയ്ത്ത് ഫാക്ടറി. 1844 ജർമ്മൻ മിഷണറിമാർ കോഴിക്കോട്ട് ഒരു നെയ്ത്ത് കമ്പനി തുടങ്ങിയത്.
ലോകപ്രശസ്തമായിരുന്നു ഈ നെയ്ത്ത് ഫാക്ടറി. ആയിരക്കണക്കിന് തൊഴിലാളികൾ ഉണ്ടായിരുന്ന കമ്പനി 2009 ഫെബ്രുവരി 1 പൂട്ടിയത്. സ്റ്റേറ്റ് ബാങ്ക് പരിസരത്തു നിന്നും കുറച്ച് മുന്നോട്ട് നടന്നാൽ മുതലക്കുളത്തെത്താം. ഇവിടെ അലക്കുകാരുടെ കേന്ദ്രമാണിപ്പോൾ. നഗരമധ്യത്തിലെ വിശാലമായ അലക്ക് കേന്ദ്രം. പണ്ട് സാമൂതിരിയുടെ കൊട്ടാരത്തോട് ചേർന്നുള്ള അടുക്കളക്കുളമായിരുന്നു ഇവിടം. രാജാവ് മുതലകളെ കൊണ്ട് സത്യപരീക്ഷ നടത്തിയ സ്ഥലം എന്നതിനാലാണ് മുതലക്കുളം എന്ന പേര് വന്നത് എന്നൊരു വാമൊഴി കഥയുണ്ട്. കോഴിക്കോട്ടെ ഏറ്റവും തിരക്കുള്ള പച്ചക്കറി ചന്തയാണ് പാളയം. സാമൂതിരിയുടെ ഏറനാട് 30,000 പടയും പോലനാട് 10,000 പടയും കേന്ദ്രീകരിച്ചിരുന്ന പാളയം. 1766 ഏപ്രിൽ 27 ഹൈദരാലിയുടെ നേതൃത്വത്തിൽ മൈസൂർ സൈന്യം പാളയം കോട്ട വളഞ്ഞപ്പോൾ ഹൈദരാലിക്ക് കീഴടങ്ങുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് ചിന്തിച്ച് സാമൂതിരി വെടിമരുന്നറയിൽ കയറി തീ കൊളുത്തി ആത്മാഹുതി ചെയ്തു. ഇതോടെയാണ് സാമൂതിരി ഭരണം കോഴിക്കോട്ട് അവസാനിച്ചത്. പാളയത്ത് നിന്ന് തളിക്ഷേത്രത്തിലേക്കെത്താം. കോഴിക്കോട്ടെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രമാണിത്. 14-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന വാതിൽ മാടം ചരിത്ര പ്രസിദ്ധമാണ്. ഇവിടെയാണ് രേവതി പട്ടത്താനം എന്ന വിദ്വൽ സദസ്സ് നടന്നിരുന്നത്. വാതിൽ മാടത്തെ ഓരോ തൂണിനും ഓരോ കഥയുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിലാണ്. ചരിത്രപരമായിട്ട് ധാരാളം സവിശേഷതകളും അത്ഭുതങ്ങളും നിറഞ്ഞതായിട്ടുള്ളൊരു മഹാക്ഷേത്രം. മഹാദേവൻ്റെ തിരുസന്നിധിയിലെ വാതിൽ മാടത്തിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. കുറച്ചുകൂടി വാതിൽ മാടത്തിൽ നമ്മൾ നടുക്കിലേക്ക് മധ്യഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ശിവക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ തൂങ്ങിക്കിടക്കുന്നു. അതൊരു ചോദ്യം, നമുക്ക് സംശയം വരാം, ശിവക്ഷേത്രത്തിൽ എന്തിനാണ് ഗരുഡൻ എന്ന്. ശിവൻ എന്ന് പറയുന്നത് ദേവാദിദേവൻ. ആ ദേവാദിദേവനെ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സും ഗരുഡൻ ഏറ്റവും ഉയർന്നു പറക്കുന്ന പക്ഷി, നമ്മുടെ മനസ്സും അതെ അങ്ങനെ ഉയർത്തിയിട്ട് വേണം നമ്മൾ മഹാദേവനെ കാണാൻ തൊഴാൻ എന്നതിൻ്റെ ഒരു മാതൃകയായിട്ട് ആവാം ചിലപ്പോൾ. പണ്ട് സാമൂതരാജാവിൻ്റെ ആ അധികാരം കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലത്ത് ഒരു പ്രായശ്ചിത്തത്തിൻ്റെ കാരണമായിട്ടാണ് എന്നാണ് കഥ. ഒരു ചില വധങ്ങൾ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന്. അപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ട് ആ തളിത്തേവരുടെ ഒരു അനുമതിയോട് കൂടിയിട്ട് അല്ല ആഗ്രഹത്തിൻ്റെ സബലീകരണമായിട്ട് രേവതി പട്ടത്താനം, തുലാമാസത്തിലെ രേവതി നാളിൻ്റെ അന്ന് തൊട്ടിട്ട് 7 ദിവസമായിട്ട് സംസ്കൃതം, വേദാന്തം ഇതിലൊക്കെ പരീക്ഷകൾ എന്നുദ്ദേശിച്ചത് അതികഠിനമായിട്ടുള്ള പരീക്ഷകൾ. ഇതിൽ വിജയിച്ച് വരുന്ന ആൾക്ക് സ്വർണ്ണക്കിഴി ദാനം, ആ ദാനം ചെയ്യുന്നത് അതാണ് ആ പട്ടദാനം. പട്ടദാനം എന്ന് ഇപ്പോൾ പറയുന്നു, അതിൻ്റെ ശരിക്കുള്ള രൂപം ഭട്ടർ എന്നുള്ള ഒരു ഇത് ദാനം ചെയ്യാൻ ഒരു സ്ഥാനം. ഇന്നത്തെ ഡോക്ടറേറ്റ്, PhD എന്ന് പറയുന്നതിനൊക്കെ എത്രയോ ഉയർന്നിട്ടാണെന്ന് ഭട്ടർ സ്ഥാനം.
അത് ദാനം ചെയ്യുക എന്നുള്ളതാണ്. അത് ലോപിച്ച് പട്ടത്താനമായി തീർന്നു. അങ്ങനെ രേവതി പട്ടത്താനം എന്നുള്ള ഒരു പേരായി. മഹാദേവന്റെ ശ്രീകോവിലിന് ചുറ്റും ദാരു ശില്പകലയുടെ സമ്മോഹന സൗന്ദര്യം. മനുഷ്യജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ശില്പചാതുരിയിൽ കൊത്തിവെച്ചിരിക്കുന്നു. കാലത്തെ അതിജീവിക്കുന്ന കലാവൈഭവം. ആയിരത്തി 1637 മുതൽ 1648 വരെ നാടുഭരിച്ച മാനവിക്രമൻ ശക്തൻ തമ്പുരാൻ സാമൂതിരിയാണ് കൃഷ്ണനാട്ടത്തിന് രൂപം നൽകിയത്. കഥകളിയുടെ മൂലരൂപവും കൃഷ്ണനാട്ടം തന്നെയാണ് എന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിൽ നിരവധി പഴയതും പുതിയതുമായ മനോഹര ചുവർ ചിത്രങ്ങളും കാണാം. തളിക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലാസാഹിത്യ പാരമ്പര്യം. ഇത്തരം പാരമ്പര്യങ്ങളിലൂടെ തന്നെയാണ് കോഴിക്കോട് നഗരത്തിന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്. ഈ സാഹിത്യ ഭൂമികയിൽ നൂറ്റാണ്ടുകളായി ഇതൊരു സാഹിത്യത്തിന് ഒരുങ്ങിക്കൊണ്ടേയിരുന്ന, പഴയതിനെ മറക്കാതെ പുതിയതിനെ ചേർത്ത് പിടിക്കുന്ന ഈ കോഴിക്കോടിൻ്റെ സാഹിത്യ ഭൂമിക എക്കാലവും ഇതിന് അർഹമായിരുന്നു. ഇങ്ങനെ ഒരു കണ്ടെത്തൽ, അതായത് ഇങ്ങനെയുള്ള നഗരങ്ങളെ ആദരിക്കാം എന്നൊരു കണ്ടെത്തൽ 2004 ആരംഭിച്ചു എന്നേ ഉള്ളൂ. ഇവിടെയുള്ള ഓരോ സാഹിത്യ പ്രസ്ഥാനം, അത് നാടകമാവട്ടെ, സംഗീതമാവട്ടെ, എന്ത് പ്രസ്ഥാനം, രാഷ്ട്രീയക്കാർ, ഞങ്ങളുടെ 75 കൗൺസിലർമാർ, നമ്മുടെ പാർട്ടി, എല്ലാ രാഷ്ട്രീയക്കാരും, ഇവരെല്ലാവരും നമുക്ക് തന്ന ഒരു പിന്തുണയുണ്ട്. ആ പിന്തുണയുടെ കരുത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ജൂൺ 23 കോഴിക്കോട് സാഹിത്യ നഗരത്തിൻ്റെ ഔപചാരിക പ്രഖ്യാപനം നടന്നത്. തളി ക്ഷേത്രത്തിനരികിലെ തളിക്കുളവും കുളക്കരയുമെല്ലാം വൃത്തിയാക്കി മോടി പിടിപ്പിച്ചു. കുളക്കരയിലെ നടപ്പാതയിൽ സാമൂതിരിയുടെ ഭരണകാലത്തെ പ്രധാന സംഭവങ്ങൾ ചിത്രണം ചെയ്തു വച്ചിട്ടുണ്ട്. കുളക്കരയിൽ തന്നെയാണ് തളി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. 1877 സ്ഥാപിതമായ വിദ്യാഭ്യാസ സ്ഥാപനം. തളി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ തീയ സമുദായത്തിൽപ്പെട്ടവർക്ക് വഴി നടക്കാൻ പോലും അനുവാദം ഇല്ലാതിരുന്ന കാലം. തങ്ങൾക്കും ഒരു ക്ഷേത്രം വേണമെന്ന തീയ സമുദായത്തിൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ് ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായത്. 1907 ഡിസംബർ 27 ശ്രീനാരായണ ഗുരു ക്ഷേത്രത്തിന് കുറ്റിനാട്ടിൽ കർമ്മം നടത്തി. അതുവരെ നല്ലീശ്വര മഠം എന്നറിയപ്പെട്ട ഇവിടം ശ്രീകണ്ഠേശ്വരമായത് ക്ഷേത്രം വന്നതോടുകൂടിയാണ്. ഇനി കനോലി കനാലിൻ്റെ തീരത്തേക്ക്. മലബാറിലെ നദികളെ അന്യോന്യം ബന്ധിപ്പിച്ച് ഒരു ജലപാത എന്ന സ്വപ്നത്തോടെ നടപ്പാക്കിയതായിരുന്നു കനോലി കനാൽ. കല്ലായിപ്പുഴയുമായി ബന്ധിപ്പിച്ചിരുന്നു കനോലി കനാൽ. കല്ലായിപ്പുഴയ്ക്ക് 22 കിലോമീറ്റർ ദൈർഘ്യമേ ഉള്ളൂ. 1813 കല്ലായി കടവത്ത് ഒരു പാലമുണ്ടായത്.
തലശ്ശേരിയിൽ തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരാണ് പാലം നിർമ്മിച്ചത്. കല്ലായിപ്പുഴയുടെ കരയിൽ മര വ്യവസായം ശക്തി പ്രാപിച്ചിരുന്നു. തടി ഉരുപ്പടികൾ കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. പക്ഷെ പഴയ പ്രതാപങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപൂർവം ചില മരമില്ലുകൾ മാത്രം അവശേഷിക്കുന്നു. കല്ലായിപ്പുഴയുടെ തീരത്തെ തഴുകി വരുന്ന ബാബുരാജിന്റെ പാട്ട്. ഒരു പുഷ്പം മാത്രമേ